ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത് 15 to 30 സെക്കൻഡ് വരെ നമ്മളിൽ നിൽക്കുന്നതാണ് ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത്. ഇവിടെ സെൻസറി മെമ്മറിയിൽ സെൻസസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നെങ്കിൽ ഷോർട്ട് ടേം മെമ്മറിയിൽ സൗണ്ട്സ്, റിഹേഴ്സൽ ഇവയ്ക്കൊക്കെയാണ് ഇമ്പോർട്ടൻസ്. അതായത് നമ്മൾ ഒരു റൂം എടുക്കുമ്പോൾ ആ റൂമിൻ്റെ നമ്പർ ആ റൂം എത്തുന്നവരെ നമ്മൾ ഓർമ്മിച്ച് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് നമ്മുടെ സൗണ്ട്സിലൂടെ നമ്മൾ ഓർമ്മിച്ച് വെക്കുന്നു. കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉള്ളൂ ആ ഓർമ്മ, അതിനെ ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മളിലേക്ക് ഒരാൾ ഒരു നമ്പർ പറഞ്ഞു തന്നു, ആ നമ്പർ നമ്മുടെ ഫോണിലേക്ക് സേവ് ചെയ്ത് വെക്കുന്നത് വരെയോ അല്ലെങ്കിൽ നമ്മൾ ഒരു ബുക്കിൽ എഴുതി വെക്കുന്നത് വരെയൊക്കെ നമ്മളിങ്ങനെ റിപ്പീറ്റായിട്ട് പറഞ്ഞുകൊണ്ട് ആ ഓർമ്മ നിലനിർത്തുന്ന ആ ഒരു ചുരുക്കം സമയത്തെയാണ് ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത്. ഇനി ലോങ് ടേം മെമ്മറി എന്ന് പറയുമ്പോൾ ദിവസങ്ങളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം നമ്മൾ നിലനിൽക്കുന്ന ഒരു മെമ്മറിയാണ് ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത്. അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്നും ഇംപ്ലിസിറ്റ് മെമ്മറി എന്നും പറയുന്നു. ഈ എക്സ്പ്ലിസിറ്റ് മെമ്മറി അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് പറയുന്നത് ഒരു കോൺഷ്യസ് ലെവലിൽ നടക്കുന്നതാണ്. അതിനെ എപ്പിസോഡിക് എന്നും സെമാറ്റിക് എന്നും ഡിവൈഡ് ചെയ്യുന്നു. ഈ എക്സ്പ്ലിസിറ്റിനെ എപ്പിസോഡിക് എന്നും സെമാറ്റിക് എന്നും ഡിവൈഡ് ചെയ്യുന്നു. ഈ എപ്പിസോഡിക് എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ജീവിത അനുഭവത്തിലെ ഓരോ കാര്യങ്ങളും ഒരു എപ്പിസോഡ് ലെവലിൽ ഒരു കഥ പറയും പോലെ നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നവയാണ് എപ്പിസോഡിക് മെമ്മറി. അതായത് നമ്മൾ മനഃപൂർവ്വമായിട്ട് റീകോൾ ചെയ്യുന്ന മെമ്മറിയാണ് എപ്പിസോഡിക് മെമ്മറി. ആ മെമ്മറി ബേസ്ഡ് ഓൺ നമ്മുടെ സെൽഫായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇപ്പം നമ്മളൊരു ചായക്കടയിൽ പോയി മഴയത്ത് ചായ വാങ്ങിച്ച് കുടിച്ച കാര്യങ്ങളൊക്കെ നമ്മളൊരു കാലം, അവിടുത്തെ സമയം, സ്ഥലം, ഇതെല്ലാം ഒരു എപ്പിസോഡ് ബേസ് ആയിട്ട് നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എപ്പിസോഡിക് മെമ്മറി എന്ന് പറയും. നമ്മൾ കോൺഷ്യസ് ആയിട്ട് നമ്മുടെ ബോധപൂർവമായിട്ട് നമ്മൾ ഓർമ്മിച്ചെടുക്കുന്നതാണ്, റീകോൾ ചെയ്യുന്നതാണ് ഈ എക്സ്പ്ലിസിറ്റ് മെമ്മറിയിൽ വരുന്നത്. അതിൻ്റെ രണ്ട് ഡിവിഷനാണ് എപ്പിസോഡിക് മെമ്മറി, സെമാറ്റിക്. എപ്പിസോഡ് പറഞ്ഞാൽ സെൽഫായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ സെമാറ്റിക്കിലേക്ക് വരുമ്പോൾ അവിടെ ഫാക്റ്റുകളാണ് വരുന്നത്. അതായത് ഇന്ത്യയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്, നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഇതൊക്കെ ഫാക്റ്റുകളാണ്. ഫാക്റ്റുകളെക്കുറിച്ചുള്ള പഠിച്ച ആ ഓർമ്മയാണ് സെമാറ്റിക് മെമ്മറി എന്ന് പറയുന്നത്.